ഏതുള്ള ഏട്ടാ? ഐസ്ക്രീം ഉണ്ട്, ഐസ് ഉണ്ട്. സേമിയ അമ്മേ, സേമിയ വേണോ? സേമിയ വേണോ? ഒരു 4 എന്തായേ. ഏതാ നിനക്ക് എന്നാ വേണ്ടേ? ഇവന് ഒരു കോണും 3 സേമിയ. എപ്പ വന്ന? കോട്ടിന് വന്നില്ലേ? ആദ്യക്ക് എന്ത് മേടിക്കാടാതെ? കോൺ ഐസ്ക്രീം മേടിക്കും. ഹായ്. അപ്പൊ ഞങ്ങള് ഇതിലേക്കൂടെ വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു 10-15 വർഷം മുന്നേ സത്യം സ്കൂളിലൊക്കെ സത്യം പറയാം. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ സ്പോർട്സ് ഒക്കെ വരികയല്ലേ, സ്പോർട്സ് ഒക്കെ വരുന്ന സമയത്ത് ഈ സെയിം ചേട്ടൻ തന്നെ നമുക്ക് സ്കൂളിൽ കൊണ്ടുപോയി തരുന്നത്. ഒരു 5 വർഷം എന്നല്ല, ഒരു കൂടുതലായിട്ടോ. അത് ഞാൻ എപ്പോഴും ഓർക്കും. അത് തന്നെ എത്ര വർഷമായി ചേട്ടനോട് കൊണ്ട് നടക്കുന്നില്ലേ? അത് തന്നെ നല്ല ടേസ്റ്റാടാ. എപ്പോഴും ആ സാധനം കഴിക്കാൻ കൊള്ളില്ല. ഇത് വെള്ളം വെച്ചിട്ടുണ്ടാക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പം ഒരു പക്ഷെ നല്ല നല്ല വെള്ളത്തിലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് കഴിക്കാം. ആരാ മസാജ് ചെയ്യുന്നുണ്ടോ? ആദ്യക്കുട്ടനാണ് കേട്ടോ. അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയൊക്കെ തല തേച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ അത് ആദ്യക്കുട്ടൻ നല്ലപോലെ മസാജ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടൻ മസാജൊക്കെ ചെയ്ത് തന്നപ്പോൾ ലിതിയമ്മ എൻ്റെ കാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാണ് കേട്ടോ. വഴിയെ പോയി എന്നെ വിളിച്ചിരുത്തിയിട്ടാണ് ആളെൻ്റെ കാലൊക്കെ ക്ലീൻ ചെയ്ത് തരുന്നത് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ കാലൊക്കെ ക്ലീൻ ചെയ്ത് തരും. അതുപോലെ മുടിയിലൊക്കെ എണ്ണയൊക്കെ തേച്ച് തരുന്നൊക്കെ ലിതിമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് അതൊക്കെ എന്നെ പിടിച്ച് നിർത്തി ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും ചെയ്തു തരും കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ തിരിച്ചും ചെയ്ത് കൊടുക്കും. എനിക്കും അങ്ങനെ കാല് ക്ലീൻ ചെയ്യുന്നതും കയ്യിൽ നെയിൽ പോളിഷ് ഇടുന്നതും കാലിൽ നെയിൽ പോളിഷ് ഇടുന്നതും അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ആളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു മയത്തിലൊക്കെ ചെയ്യും. ഇതങ്ങോട്ട് കുത്തി കുറച്ച് വേദനയൊക്കെ സഹിക്കേണ്ടി വരും. നിങ്ങൾ നേരത്തെ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും ലിതിമോൾ എൻ്റെ കാല് ക്ലീൻ ചെയ്ത് കോട്ടക്സ് ഇട്ട് തരും കേട്ടോ. എനിക്ക് എൻ്റെ ചേച്ചിമാർ ഭയങ്കര 2 പേരും അത് കേട്ടോ. എനിക്കൊരു ആങ്ങളില്ലല്ലോ എന്നുള്ള സങ്കടമൊന്നും എനിക്ക് എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല കുഞ്ഞേ, നിനക്ക് തോന്നിയിട്ടുണ്ടോ ഇപ്പോൾ എനിക്കൊരു ആങ്ങള ഉണ്ടായില്ലല്ലോ എന്ന്? ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അതെ, കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും പൊക്കിത്തരാനാ. ചേച്ചി കിടക്കുന്ന ബെഡിനെ കൊണ്ട് കാല് ശരിയാക്കിയത് ആരും പറയില്ല. ഞാൻ എഴുന്നേറ്റ് പയ്യെ നടക്കണത് കിടന്നു പോകാതിരിക്കാൻ കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാലേ 92 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു പറഞ്ഞു പയ്യെ എഴുന്നേറ്റല്ല, എഴുന്നേറ്റ് നടന്നോണം. ശരിക്കും പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടു പോയേ. 92 കിലോ എന്ന് പറയുന്ന നിസ്സാരം വെയിറ്റ് അല്ല. അതുകൊണ്ടാണ് ഞാൻ കിടപ്പ്. അല്ലടി സിസേറിയനും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇതുപോലെ ഇജാത് നോക്കുമ്പോ ഇതുമോളെ എണീപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അല്ല, ഡോക്ടർ പ്രത്യേക ഓപ്പറേഷന്റെ സമയത്തും ശ്രുതി ഡോക്ടറാണ് നമ്മുടെ. ശ്രുതി ഡോക്ടർ പറഞ്ഞു എഴുന്നേറ്റ് കിടക്കരുത്. കാരണം വെയിറ്റ് ഇതായി പോയി കഴിഞ്ഞാൽ ഭക്ഷണം എല്ലാം കഴിച്ച് പിന്നെ നമുക്ക് ഭയങ്കര വെയിറ്റ് ആയി പോകും. പിന്നെ ഓരോ രോഗങ്ങൾ വരും. അതുകൊണ്ട് എഴുന്നേറ്റ് നടക്കണം കേട്ടോ എന്ന് പറഞ്ഞാണ് നമ്മുടെ. വെയിറ്റ് ഒന്നും എടുക്കരുത്, അത്ര അത് വെയിറ്റ് എടുക്കരുത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാനൊരു 45 കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ശരീരത്തിന് എപ്പോഴും നമ്മൾ ഇപ്പൊ വെയിറ്റ് അധികമായിട്ടുള്ള വെയിറ്റുകൾ എടുക്കാതിരുന്നാൽ മതി. വെയിറ്റ് ഒന്നും എടുക്കരുത്. പയ്യെ നിരപ്പായ സ്ഥലങ്ങളിലൂടെ നടക്കണം. അതായത് കയറ്റം കയറരുത് അധികം. അപ്പോഴാണ് ഈ വലിച്ചിലൊക്കെ ഉണ്ടാകും, മനസ്സിലായേ? ഈ നിരപ്പായ സ്ഥലത്തിലൂടെ ഒക്കെ നടന്നാൽ കൊള്ളാം. പിന്നെ ശരീരത്തിന് അങ്ങനെ ഇപ്പൊ സ്റ്റിച്ച് വന്നിടത്തൊന്നും അങ്ങനെ വേദനയില്ല. ഇടയ്ക്ക് വലിച്ചിൽ വന്നത് നമ്മുടെ ഉണങ്ങാനുള്ള വലിച്ചിലേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു കേട്ടോ ഞാൻ എഴുന്നേറ്റ് നടക്കുന്നേ. ഡോക്ടർ പറഞ്ഞു കിടന്ന ഇപ്പോഴും അവിടെയാണേലും
നമ്മുടെ വാർഡിൽ വന്നിട്ടാണെങ്കിലും എന്നോട് പറഞ്ഞിട്ട് പോയി കിടക്കരുത് കേട്ടോ. കാരണം ഓൾറെഡി ബി.പിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ശരീരത്തിൽ പിന്നെയും വെയിറ്റ് വെക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ കാലൊക്കെ എനിക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള നന്നായിട്ട് ഇതായിട്ടിരിക്കുമായിരുന്നു. ഇപ്പൊ എത്രയായിരുന്നു വന്ന്, ഇപ്പൊ എത്രയായിരുന്നു അവൻ നോക്കിയപ്പോ 87 കിലോ, 3 കിലോ കുറഞ്ഞിട്ടുള്ളൂ. 3 കിലോ ആദ്യം നോക്കിയപ്പോ 90 പിന്നെ 90 ഡെലിവറി കഴിഞ്ഞപ്പോ 90, പിന്നെ 3 കിലോ പിന്നെ കുറഞ്ഞത് 87 കിലോ. അപ്പൊ ഇതും കുറയ്ക്കണമല്ലോ നമുക്ക്. നമ്മൾ കിടന്ന് ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ശരിക്കും വണ്ണം വെക്കും. നിങ്ങൾ പറയണ കമന്റുകൾ നമ്മൾ കണ്ടു. പക്ഷെ ഇതുകൊണ്ടാണ് കേട്ടോ, ആരും ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല എന്ന് ഓർക്കരുത്. റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുക്കുന്നുണ്ട്. റെസ്റ്റ് ഫുൾ ടൈം റെസ്റ്റ് ആണ് കേട്ടോ. അവര് പ്രസവിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവര് ജോലിക്ക് പോകും. ഇപ്പൊ ഇവിടെ ആയതുകൊണ്ടാണ്. ഞാൻ അവിടെ ആണെങ്കിൽ ഇപ്പൊ എല്ലാ ജോലികളും ഞാൻ ചെയ്യേണ്ട വന്നാണ്. ഞാൻ ജോലിക്ക് പോകും. പിന്നെ നമ്മുടെ എന്താ പറയാ, വീട്ടിലെ ജോലികളൊക്കെ നമ്മൾ ചെയ്യണ്ടേ. അപ്പോൾ അതിന് മുമ്പും നമ്മുടെ ജോലികളൊക്കെ തലേ ദിവസം വരെ നമ്മൾ ഡെലിവറിയുടെ തലേ ദിവസം വരെ ജോലികൾ ചെയ്തിട്ട് അന്ന് വരെ മര്യാദക്ക് ഇരിക്കാൻ വയ്യെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ കാര്യം. ചുമ്മാ ഇരിക്കുന്നത് ഇഷ്ടമേ അല്ല. അതാണ് എന്തെങ്കിലും ഒരുവരത്തോട് നടക്കണം. അതിന്റെ കൂടത്തിൽ നമ്മളും പുറം നടന്നണം. അങ്ങനെയുണ്ട് കേട്ടോ. പുറം നടന്നണം നമ്മൾ ചെയ്യണമെന്നല്ല. ഇപ്പൊ പുള്ളിക്കാർ ചെയ്യുമ്പോ അതത് സ്പീഡ് ചെയ്തോണം നമ്മള് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ ഞാനൊരു ആൽബം പോലെ അയ്യോ ആൽബം പോലെ ചെയ്ത് എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളൊരു കുറച്ച് ഫോട്ടോസ് ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അത് പോയ എടുത്തോണ്ട് വരും. ഇതാണ് എൻ്റെ മിനി ആൽബം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ എവിടെ പോയാലും സൂക്ഷിക്കുന്ന എൻ്റെ മിനി ആൽബമാണ്. കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടം വരുമ്പോൾ എൻ്റെ ചാച്ചയുടെ ഈ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും അതുപോലെ തന്നെ എന്ത് ചെയ്യാനാണേലും ഒരു ഉന്മേഷമൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ ചാച്ചൻ്റെ സപ്പോർട്ടും അതൊക്കെ എൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവും. എൻ്റെ ചാച്ച 2020 മരിച്ചുപോയി. ഫെബ്രുവരി 14 ലെൻസ് ഫെയിലിയർ ആയിരുന്നു. അതൊക്കെ ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചാച്ചൻ്റെ ഫോട്ടോയാണ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ അത് ഇവിടെയൊക്കെ അടുത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഏലിക്കുട്ടിയമ്മയും ചാച്ചായിയാണ്. ഇവർ രണ്ടുപേരും കൂടി 2019 എടുത്ത ഫോട്ടോയാണ്. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്ത ഒരു വലിയ ഫ്രെയിം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തൊരു ഞങ്ങൾ പറഞ്ഞെടുപ്പിച്ച ഒരു ഫോട്ടോയാണ് അത്. കാരണം ചാച്ചായി ആ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാച്ചൻ്റെ കൂടെ എല്ലാം തന്നെ ഞങ്ങൾ ആഘോഷിച്ചു കേട്ടോ. ഓണം ആകട്ടെ, ക്രിസ്മസ് ആകട്ടെ, വിഷു ആകട്ടെ, എന്തും ആയിക്കോട്ടെ എല്ലാം ആഘോഷിച്ചു. അതൊരു വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ അത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അമ്മ ഇത് അടുത്തിടെ എല്ലാൻ്റെയും കൊടുക്കാൻ വേണ്ടി എടുത്തൊരു ഫോട്ടോയാണ്. കണ്ട സുന്ദരി പെണ്ണ്. ഞാൻ ഈ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണാൻ. അപ്പോൾ ഇത് ഞാനും ഇതെൻ്റെ അമ്മ ചേലിക്കുട്ടിയമ്മയാണ് കേട്ടോ. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ ലിജിപ്പെണ്ണ്. ഇത് ഒത്തിരി വർഷം മുന്നേ എടുത്തൊരു ഫോട്ടോയാണ്. ഏകദേശം ഒരു 2013-14 സമയത്ത് എന്തോ എടുത്തതാന്ന് തോന്നുന്നു. അല്ലല്ല കല്യാണം കഴിഞ്ഞെടുത്താന്ന് തോന്നുന്നു. നെറ്റിൽ സിന്ദൂരമുണ്ട്. ഈ ഫോട്ടോ ഇതല്ലായിരുന്നു എൻ്റെ കയ്യിലിരുന്ന ഒരു നീല ഒരു ഇതിട്ട ഫോട്ടോ ആയിരുന്നു ഇരുന്നേച്ച. അപ്പോൾ അത് മാറ്റി ഞാൻ ഇത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് ചേട്ടാടെ ഒത്തിരി വഴക്കമുള്ളൊരു ഫോട്ടോയാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇരുന്നേച്ചാണ്. പിന്നെ ഇത് ലിതിമോളും ചേട്ടായി ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഇടയ്ക്കുള്ളൊരു ഫോട്ടോയാണ്. 2011 സമയത്തുള്ള ഫോട്ടോയാണ്. ഇനി ഇത് സുന്ദരി പെണ്ണ് ലിതി. അപ്പോൾ ഇത് ഇത്രയുണ്ട് കേട്ടോ. പിന്നെ 2 ഞാൻ ഒഴിച്ചിട്ടുണ്ടേ. ഇത് രണ്ടും എൻ്റെ കുഞ്ഞിപ്പെണ്ണിനും ആദ്യക്കുള്ള സ്പേസാണ്. പിന്നെ ലിജിമോക്ക് കുഞ്ഞാവയൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഏതെങ്കിലും പാർട്ട്നേഴ്സൊക്കെ ഉണ്ടാകുമ്പോഴും ഒക്കെ നമുക്ക് വെക്കാനുള്ള 2 ഇത്. അപ്പോൾ ഞാൻ അങ്ങനെ വിളിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. ID കാർഡ്, പിന്നെ ആധാർ കാർഡ്, ID കാർഡ്, അങ്ങനെ പാൻ കാർഡ്, അത് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോസും കാര്യങ്ങളും. അതാണ് എൻ്റെ ഈ മിനി ആൽബത്തിലുള്ള കേട്ടോ. നമ്മുടെ കുഞ്ഞാവിടെ 56 അപ്പോൾ അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഗോൾഡൊന്നും മേടിച്ചെടുക്കാനുള്ള അവസ്ഥയല്ല ഇപ്പോൾ. എങ്കിലും നമ്മളാ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാജക്കാടിന് പോകണം കേട്ടോ. നേരെ എന്നിട്ട് ഗോൾഡ് വാങ്ങുന്ന കടയിൽ പോയി. അവിടെ നമുക്ക് വെള്ളി കിട്ടുമല്ലോ. അപ്പോൾ ഒരു വെള്ളി അറിഞ്ഞാണ് ഒരു തളയും വാങ്ങാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ അത് വാങ്ങാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തു. ബ്ലൂ സ്റ്റാർ വന്നു. അവിടുന്ന് ലിതിമോക്ക് ബ്ലൗസിൻ്റെ തുണി, അതൊക്കെ ജുബയ്ക്ക് തുണി എടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രീൻ കളറായിട്ട് എടുത്തത്. ഞാനും അമ്മയും എടുത്തിട്ടുണ്ടായില്ല. ബഡ്ജറ്റ് അനുസരിച്ച് നോക്കി വാങ്ങുന്നതുകൊണ്ട് ഞങ്ങൾ 2 പേരും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. മക്രോണി ഉണ്ടല്ലോ. എന്താ ഒരു പാക്കറ്റ് മതിയോ? ആ മതി. സോസും കൂടെ, ടൊമാറ്റോ സോസ് ചെറുത് മതി.
അപ്പോൾ പലചരക്കടയിൽ കയറിയിട്ട് മക്രോണി മേടിക്കുന്നത് അതിന് ഭയങ്കര ഇഷ്ടമാണ് മക്രോണി. അപ്പോൾ മക്രോണിയും സോസും ഒക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞാൻ പോകുന്നത് കുഞ്ഞാവയ്ക്ക് പാമ്പേഴ്സ് മേടിക്കാനും പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങണമായിരുന്നു ലിതിമോക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സും മേടിച്ചു. ഞാൻ ഓറഞ്ചും പിന്നെ മുന്തിരി, ഗ്രീൻ മുന്തിരി ലിതിമോക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചൂരത്തല ഉണ്ടോ? മീൻ മേടിക്കാനും കയറി കേട്ടോ. കുറേ നാളായി നമ്മുടെ വീട്ടിൽ മീൻ വാങ്ങിച്ചിട്ട് മീൻ മേടിക്കണം എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ വിലക്കുറവാണ്. രാജകുമാരിന്ന് മേടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും കിലോയ്ക്ക് 450 രൂപയാണ് കേട്ടോ. അതുകൊണ്ട് മേടിച്ചില്ല. അതിൽ നല്ലത് ചിക്കൻ വല്ലതും വാങ്ങുന്നതല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ വാങ്ങിയില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും ചൂരയ്ക്ക് 200 രൂപയുള്ളൂ 1 കിലോയ്ക്ക്. ചെറിയ ചൂരയാണ്, പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ഫ്രഷ് മീനാണേ. ബസ്സിൽ വന്നിട്ട് മാതൊട്ടിയിൽ ഇറങ്ങി ശേഷം ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അമ്മയോട് വരാൻ പറഞ്ഞാൽ കുറച്ച് സാധനം ഉള്ളതുകൊണ്ട് വെയിറ്റ് ഉള്ളതുകൊണ്ട് അമ്മയും വന്നു കേട്ടോ. അപ്പോൾ അടുത്ത ദിവസത്തേക്കുള്ള പരിപാടികളാണ് കേട്ടോ ഇനിയുള്ളത്. അപ്പോൾ ഞാൻ ഏലിക്കുട്ടി അമ്മയുടെ രാജക്കാട് വരെ പോകണം കേട്ടോ. അമ്മയുടെ പെൻഷൻ്റെ കാര്യമൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ അമ്മയുടെ ID കാർഡിലുള്ള പേരിൻ്റെ സ്പെല്ലിംഗ് അല്ല അമ്മയുടെ ആധാർ കാർഡിലുള്ളത്. അപ്പോൾ അത് ശരിയാക്കി പിന്നെ പാൻ കാർഡൊക്കെ ശരിയാക്കിയിട്ട് അത് കൊണ്ടുപോയി കൊടുക്കണം. മേ ബി അമ്മച്ചി പണിയുന്ന തോട്ടത്തിൽ നമ്മൾ പോകട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കുറേ നാളായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ പോവുകയാണെങ്കിൽ കാണിച്ചു തരാം. അല്ലെങ്കിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പോയിട്ട് വരട്ടെ. ഇനിയിപ്പോൾ നമുക്ക് തയ്ക്കുന്നിടത്തൊക്കെ ഒന്ന് കയറണം. അപ്പോൾ നമ്മുടെ കുഞ്ഞാവിടെ 56 2-3 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഡെക്കറേഷനൊക്കെ ചെറുതായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് സാധനം മേടിക്കണം. അതിനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലിജിമോളൊക്കെ വെള്ളിയാഴ്ച ആയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പോയിട്ട് വരാം. ഓക്കെ, നല്ല വെയിലാട്ടോ. വാടാതി നല്ല വെയിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഏലിക്കുട്ടിയമ്മ. പിന്നെ ആദ്യം കൊണ്ടുപോകുന്നുണ്ട്. അവന് ഒരു ജുബ്ബ എന്തോ തയ്ക്കണം അല്ലേടാ ആദ്യം. അതിന് അളവെടുക്കണം. അതിന് വേണ്ടിയിട്ട് അവനെ താഴെ വരെ കൊണ്ടുപോകണം. രാജക്കടൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ. ഭയങ്കര വെയിൽ കേട്ടോ. പാൻ്റല്ല, ഞങ്ങളിതേ സിറ്റി വന്ന് നിൽക്കണം കേട്ടോ. ഭയങ്കര വെയിലാണ്. സമയം 2:10 മാല എടുത്തില്ല, മാല കൊടുത്ത് ആ ലിജിയുടെ മാല എടുത്താൽ ചൊറിയുന്നു. കുറച്ച് കറുപ്പ് വിടും. നമ്മൾ രാജക്കാട് വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നടന്നുകൊണ്ടിരിക്കുവാണേ. നമ്മൾ ഇന്നാളെ പോയതല്ലേ, ഇന്നാളെ തൊട്ട് കാണിച്ചതാണ്. നമ്മളത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വെയിലത്താണ്. കുടമരിയൊക്കെ എടുത്താൽ മതിയായിരുന്നു. ഇവിടെ ഫുള്ള് റെഡ് അലർട്ടൊക്കെ ആയിരുന്നു കേട്ടോ, ചൂട് കാരണം. നമ്മൾ അമ്പലത്തേക്കിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. സ്കൂളിൽ ചേട്ടനുണ്ടോ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. നമ്പർ മേടിച്ചോ? ഭയങ്കര ചൂട്. അന്നെന്താ ഇവിടെ കയറിയിരിക്കുന്നതിന് കാരണം എന്താ? ഇവിടുത്തെ കടയിലെ ചേട്ടനാട്ടോ അമ്മയുടെ ഇത് ശരിയാക്കി കൊടുക്കുന്ന പെൻഷൻ്റെ കാര്യത്തിന് കമ്പ്യൂട്ടർ വഴി കയറ്റി വിടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ ചെയ്തിട്ട് വേണം നമുക്ക് എവിടെ പോകാൻ. എസ്റ്റേറ്റ്. ശരിയായാൽ നമുക്ക് എസ്റ്റേറ്റിൽ പോകണം. ഓക്കെ, നാരങ്ങ കുടിക്കും കേട്ടോ. വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പോവേണ്ടി വന്നില്ല. ശരിയായി. അപ്പോൾ അവരുടെ മുതലാളി രാജക്കാട് വരുന്നുണ്ട്. അപ്പോൾ പുള്ളി വന്ന് സാധനം എടുത്തുകൊണ്ട് പോയി ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു കേട്ടോ. നല്ലൊരു മുതലാളിയല്ലേ അമ്മേ. നമുക്കതുകൊണ്ട് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ കുറച്ച് സാധനം തൂമ്പ പോട്ടെ കോടാലി മേടിക്കാൻ കേട്ടോ. നമ്മൾ എന്നും അപ്പുറം ഇപ്പുറം എന്നൊക്കെ കോടാലി മേടിച്ച് അത് അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. 500 രൂപയുള്ളൂ കോടാലി മേടിക്കാമെന്ന് വിചാരിച്ചേ.
കാച്ചി വെച്ചതാണോ കാച്ചി കാണിച്ചേ കാച്ചി വെച്ചതായിരിക്കുമല്ലോ. ചെത്തി തരുമോനെ പിന്നെ എത്രയാവും ചെറു നീളം പറഞ്ഞോട്ടോ എനിക്ക് വ്യാസീസ് ഉണ്ടോ എനിക്ക് ആണോ ചെറുതാണെങ്കിലോ ഏതാ വെച്ചെടുക്കണ്ടേ ഏത് നോക്കി നല്ല നോക്കി തിരിച്ച് പോന്നു വീട്ടിൽ പോവാം ഒന്ന് കോടാലി മേടിച്ചു ബെഡ് മേടിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴേ നമ്മുടെ ആദ്യക്കുട്ടിനെ കാണാനില്ല കേട്ടോ. ഞാൻ വന്നത് ഇവിടെ നോക്കുമ്പോൾ കുറേ പിള്ളേരുടെ കൂടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കാണ് കേട്ടോ. എവനേശ്വറിന്റെ മൊട്ടത്തര കേട്ടോ. പുതിയ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഇങ്ങ് നോക്ക്, ഇഷ്ടപ്പെട്ടാ? അന്ന് ഇപ്പൊ വരുന്നില്ല എന്റെ കൂടെ ഇല്ലേ? പുതിയ കൂട്ടുകാരാട്ടോ ആദ്യയുടെ. എടാ നിങ്ങൾ എന്തായാലും കണ്ടു. ആ കണ്ടോ, അവൻ അങ്ങനെ വേണോടാ പിള്ളേരായാലേ. മൊട്ടത്തലേൻ ആദി നിന്നെ കണ്ടിട്ടുണ്ടടാ, പിന്നെ നീ എന്തിനാ ഓടിക്കുന്നേ? അറിയോ? ഇല്ല. ആരാ? അപ്പൊ അമ്മമാര് കളിക്കും കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം കൊണ്ട് പോകാൻ വന്നാണേ. ആദ്യം പോവാ, നാളെ വരെ. ഇനി അമ്മമാരെ കൂടെ കളിച്ചിട്ടില്ല എന്നോടി. ഇഷ്ടപ്പെട്ട കൂട്ടുകാരെയൊക്കെ സൂപ്പറാണോ? കാണിച്ചു നോക്കട്ടെ. പഠിച്ചവര് കളിക്കും. എനിക്കറിയത്തില്ല. അങ്ങനെയല്ലോ. അതെന്താ എവിടെ രണ്ടുപേരും മാറി നിന്ന് കളിക്കുന്നത്? വേറെ ഗ്രൂപ്പാണോ? കുഞ്ഞിപ്പിള്ളാരായോണ്ട് മാറ്റി വേറെ കണ്ണനാണോ കുഞ്ഞു പിള്ളേര്? ചെളിയാ. എന്നിട്ട് അതും കൊണ്ട് കട്ടിലേ കയറും. നീ പാടാ അതുകൊണ്ട്. അതിനെ വിളിച്ചുകൊണ്ട് തിരിച്ചു കയറി പോന്നു കേട്ടോ. അമ്മമാരവിടെ നിന്ന് ഭയങ്കര കളിയാ പിള്ളേര്. അയ്യോ, ആദ്യയുടെ പുതിയ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങ് നാണോ. കുറേ ചെക്കന്മാരുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അവരെ പകുതി വരെയൊന്നും ഞാനറിയില്ല. അപ്പോൾ നാളെ അത് കളിക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട്. വിടുകയില്ല കേട്ടോ. കളിക്കാൻ പോണോ? ആ അപ്പം ഇവിടെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അഭിനേശ്വറിനൊരു കുഞ്ഞി ഫോണ് ആൻറ്റി കൊടുത്തിട്ട് പോകട്ടെ. സ്കൂളിൽ പോകുന്നു, ആൻറ്റി ജോലിക്ക് പോകുന്നുണ്ട്. ഒരു നോക്കിയ സെറ്റ്. അപ്പോൾ അതിലേക്ക് ഞാൻ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വിളിച്ച് ചോദിക്കും ആദ്യം എന്നെ എടുക്കുമെന്ന്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും. അല്ലേ നമ്മുടെ ആദ്യയുടെ കുസൃതിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പേടിയാണ് കേട്ടോ. അങ്ങനെ ആദ്യയുടെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നൊരു ചായയൊക്കെ കുടിച്ച് ഒരു കുളിയൊക്കെ പാസ്സായി. കുളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഇതേ വേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാട്ടിൽ എങ്ങനെയാണ് അതോ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ. പക്ഷേ എനിക്ക് ഈ ചൂടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തണുപ്പുണ്ടാവാതിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ തേൽക്കുട്ടിയും അപ്പുറം ഇന്ന് തയ്ക്കാനല്ലേ ഇതുമുള്ള നൈറ്റ് എന്തോ തയ്ച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തോ തയ്ക്കലാണ്. പിന്നെ ലിതിമോൾ ഇവിടെ ഉണ്ട്, അതുപോലെ ആദ്യമുണ്ട്. കുഞ്ഞുവാവ കിടന്നുറങ്ങുവാണ്. അപ്പോൾ ഞാൻ ഈ ഇടുന്ന വീഡിയോ ഉണ്ടല്ലോ 2-3 ദിവസം വെച്ചെടുക്കുന്ന വീഡിയോ ആണ്. എനിക്ക് അങ്ങനെ എടുക്കാനുള്ള ടൈമേ കിട്ടുന്നുള്ളൂ ഇപ്പോൾ, അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഡെയിലി ഇടാൻ പറ്റുവാണെങ്കിൽ ഡെയിലി ഇടണേന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് 2-3 ദിവസം കൂടിയുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് എഡിറ്റ് ചെയ്ത് പിന്നെ 8 മിനിറ്റത്തോളം ഉള്ള വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടാലും നമുക്ക് ഇച്ചിരി ഒരു പ്രയോജനമൊക്കെ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ എലിക്കുട്ടിയമ്മേനെ ആശുപത്രി കൊണ്ടുവന്ന കാര്യം ചോദിച്ചാൽ കുറേ പേര് വിളിക്കും, മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ തന്നെ നമുക്ക് ഈ ആഴ്ച വീടിൻ്റെ കാര്യം ശരിയായാൽ നമുക്ക് പോയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ ഈ ട്രാവൽ ചെയ്ത് അവിടെ നിന്ന് ഇവിടം വരെ വരികയും ആദ്യം അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ.
പ്രത്യേകിച്ച് ബസ്സിലൊക്കെ ഇരുന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ഡോക്ടർ പോയി ഞങ്ങൾ പിന്നെ കണ്ടായിരുന്നു, അത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമില്ല, അവിടെ പോയി കാണിച്ചാൽ മതി. ഇപ്പോൾ വേറെ അമ്മയ്ക്ക് ഇതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ ഇല്ല, കുറഞ്ഞു വന്നു. ആ ബയോപ്സി ചെയ്ത സമയത്ത് അമ്മയ്ക്ക് ചെറിയൊരു കുറച്ച് തടുപ്പും വല്ല ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഇതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഈ ആഴ്ച വീടിൻ്റെ കാര്യം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എല്ലായിടത്തും നോക്കുമ്പോൾ ഭയങ്കര വാടക കൂടുതലാണ് കേട്ടോ. അപ്പോൾ വാടക ഒത്തിരി കുറച്ചൊന്നുമല്ല, അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇത് വരുവാണെങ്കിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എല്ലാവരും തകൃതമായിട്ട് നോക്കുന്നുണ്ട്. OLXലും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ നോക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ അരൂർ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിതിമോക്കാണെങ്കിലും വന്ന് നിൽക്കാനും ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞാവിനിട്ട് ഓടി വരാനൊന്നും പറ്റില്ല. ഇപ്പോൾ അടുത്തായെങ്കിൽ ഒന്ന് ഒരു ഓട്ടോയെ പിടിച്ചൊക്കെ വരാനാണെങ്കിലും എളുപ്പമല്ലേ. അപ്പോൾ നമ്മുടെ കൂടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആദ്യം സ്കൂളിൽ വിടാനൊക്കെ ചേട്ടൻ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ വീട്ടിലുണ്ടാവില്ല, പിന്നെ അമ്മ ജോലിക്ക് പോകും. അതുകൊണ്ടൊക്കെ നമുക്കൊരു സപ്പോർട്ടും അവർക്കൊരു സപ്പോർട്ടൊക്കെ ആയിട്ട് അടുത്തുണ്ടാകുന്നത് നല്ലതല്ലേ. അതുകൊണ്ടാണ് കേട്ടോ അവിടെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ വേറെന്താ വിശേഷം? അപ്പോൾ അതുകൊണ്ട് ഈ ആഴ്ച തന്നെ, പിന്നെ ഈ ആഴ്ച എന്ന് വെച്ചാൽ വിഷു ആയി, അങ്ങനെ അവധിയായി. ഇന്നിപ്പോൾ 2-3 ദിവസമൊക്കെ അവധി ദിവസങ്ങളല്ലേ. പിന്നെ കൊച്ചിൻ്റെ 56 അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കങ്ങ് പോകാമെന്നുള്ള പ്ലാനിലിരിക്കുകയാണ്. പിന്നെ 56 നമ്മൾ അത്ര സെറ്റപ്പായിട്ടൊന്നും നടത്തുന്നില്ല. കുറഞ്ഞ ബഡ്ജറ്റ് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അവർ പച്ച ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളൊന്നും എടുത്തില്ല, എനിക്ക് ഇരിപ്പുണ്ട്, എൻ്റെ പഴയൊരു പച്ച ചുരിദാറൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ പച്ച വെച്ചിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സഹകരണവും സ്നേഹമൊക്കെ പ്രതീക്ഷിക്കുകയാണ്. വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം ജസ്റ്റ് ഒന്ന് എൻ്റെ ഈ വീഡിയോയുടെ കാര്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കാരണം ഇത്രയും ദിവസം 2-3 ദിവസത്തെ അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയത് എന്താ ഒരു കണക്ഷൻ ഇല്ലാത്ത വീഡിയോസ് ആണല്ലോ ഞാൻ ഇടുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി പറയണം. എല്ലാ ദിവസവും ഞാനിത് പറയുന്നുണ്ട്, എല്ലാ ദിവസവും പറയാൻ കാരണം ഓരോ ദിവസമുള്ള വീഡിയോസിലും അത്രയധികം സപ്പോർട്ടും സ്നേഹമൊക്കെയാണ് നിങ്ങളുടെ ഓരോ കമൻറ്റുകളിലൂടെ നിങ്ങൾ അറിയിക്കുന്നത്. ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, ഒത്തിരി സന്തോഷം. പിന്നെ വിശേഷങ്ങളൊന്നുമില്ല. അമ്മയുടെ കാര്യങ്ങളും വേഗം നോക്കണം. എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് വേഗം നമുക്ക് ചടപടാ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണം. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.